ഗിയർ വയറാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നീളത്തിൽ തന്നെ ഗിയർ വയർ മുറിച്ചെടുക്കുക. ഒരു മാലയുടെ നീളത്തിൽ മുറിച്ചെടുത്ത ശേഷം മടക്കി എടുക്കണം. അതിലേക്കൊരു ജം റിങ് കോർത്തു കൊടുക്കുക. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗിയർ വയറിൻ്റെ രണ്ടറ്റവും കൂട്ടിപ്പിടിച്ച ശേഷം രണ്ട് ഇതിലും കൂടെ ചേർത്താണ് ആ 5 ബീഡ്സ്, ഒരു 5 ബീഡ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, വലിയ ബീഡ്സ്. നമുക്ക് വേണ്ട ബ്രേസ്ലെറ്റിൻ്റെ അളവനുസരിച്ച് നമുക്ക് മുത്തുകളുടെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഗിയർ വയറിൻ്റെ ഒരു അറ്റം എടുത്ത ശേഷം അതിലേക്ക് ഫ്ലവർ ബീഡ്സ് ആഡ് ചെയ്തു. ഇനി ഒരു ചെറിയ വൈറ്റ് ബീഡും കൂടെ പേൾ ബീഡോടെ ആഡ് ചെയ്ത ശേഷം ആ അറ്റം തിരിച്ച് അതേ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കണം. അങ്ങനെ ആ ബീഡ് അവിടെ ലോക്കായി. ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ പുറത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഗിയർ വയറിൻ്റെ 2 സൈഡിലൂടെയും ഈ ലീഫ് ബീഡ് ആണ് കോർക്കുന്നത്. 2 വശത്തും ഓരോന്ന് കോർത്തു കൊടുത്ത ശേഷം രണ്ട് ഗിയർ വയറും ഒരുമിച്ച് പിടിച്ച് ഒരു വലിയ ബീഡും ആഡ് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിലാണ് നമ്മളെല്ലാ ഫ്ലവർ ബീഡ്സും സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീണ്ടും ഫ്ലവർ ബീഡ് ആഡ് ചെയ്യുന്നു. ഇനി ഒരു ചെറിയ വൈറ്റ് ബീഡ് ആ ഗിയർ വയറിൻ്റെ അറ്റം എൻഡിൽ കൊണ്ടുവന്ന ശേഷം ആ അറ്റം തിരിച്ച് അതിലെ വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്യുന്നു. ഇനി വീണ്ടും നമ്മൾ ലീഫ് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കും. 2 സൈഡിലായിട്ട് ലീഫ് ബീഡ്സ് ഏത് കളർ നമ്മുടെ ഇഷ്ടത്തിനുള്ള കളറിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു കോമൺ ആയി 2 ഗിയർ വയറിലും ചേർത്ത് ഒരു വലിയ ബീഡ്സ് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണ്.
ഇനി നമ്മൾ എൻഡിലും 5 ബീഡ്സ് വലിയ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. കോർത്ത് കൊടുത്ത് നമുക്കത് ലോക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ഗിയർ ലോക്കിലൂടെ ഗിയർ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഗിയർ ലോക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ഫിഷ് ലോക്ക് എടുത്ത് അതിൻ്റെ ഹോളിലൂടെ ഗിയർ വയർ എടുത്ത ശേഷം വീണ്ടും നമ്മൾ ആ ഗിയർ ലോക്കിലൂടെ തന്നെ ഗിയർ വയർ തിരിച്ചിറക്കണം. 2 ബീഡ്സിലും കൂടെ കൂട്ടി ആണ് ആ ഗിയർ വയർ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇനി ആ ഗിയർ ലോക്കിനെ നന്നായിട്ട് പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ലോക്കായിട്ടിരിക്കും, ഇനി അത് വിട്ടു പോകത്തില്ല. ബാക്കിയുള്ള ഗിയർ വയറിനെ നമ്മളൊരു കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.